ഹലോ, ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് എന്നത്തെയും പോലെ ഒരു റെസിപ്പി വീഡിയോ അല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് എന്ന് പറയുമ്പോഴത്തേനും ഒരു വീക്കെൻഡിലെ ഫാമിലി ഔട്ടിംഗ് വ്ളോഗാണ്. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ വീക്കെൻഡ്സിൽ സാധാരണ ഡിന്നറിന് വൈകുന്നേരങ്ങളിൽ അങ്ങനെ കുക്കിംഗ് ഇല്ല. സാറ്റർഡേ സൺഡേസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സൺഡേസിലൊക്കെ എന്തെങ്കിലും ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുക. അല്ല സാറ്റർഡേസിലാണെങ്കിൽ ഫാമിലി ആയിട്ട് ആഴ്ചയിൽ ഒന്ന് പുറത്ത് പോവുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ നോർമലി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളും ഒന്നല്ല ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫാമിലിയുമായിട്ട് ഒന്ന് പുറത്ത് പോവുകയാണ്. അപ്പോൾ ഒരുപാട് വലിയ പരിപാടികളോ വലിയ ഷോപ്പിങ്ങോ പർച്ചേസോ ഒന്നുമല്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇക്കായും മക്കളൊക്കെ ആയിട്ട് നമ്മൾ സാറ്റർഡേയിൽ ഒരു ഡിന്നർ കഴിക്കാനായിട്ട് നല്ലൊരു റെസ്റ്റോറൻറ്റ് തപ്പി പോവുകയാണ്. അപ്പോൾ ശരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പ്ലാൻ ചെയ്തില്ലായിരുന്നു ഏത് റെസ്റ്റോറൻറ്റാണ്, എന്ത് ഫുഡ് കഴിക്കണം, അങ്ങനത്തെ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല. വണ്ടിയിലിരുന്നാണ് നമ്മൾ തീരുമാനിക്കുന്നത് എങ്ങോട്ട് പോകണം, എവിടെ പോകണമെന്ന്. അപ്പോൾ എൻ്റെയും മക്കളുടെയൊക്കെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടുണ്ട് കിസൈസിൽ, ചാർക്കോൾ ഷാക്കെന്നോ അങ്ങനെ എന്തോ ഒരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അവിടുത്തെ എല്ലാ ഐറ്റംസും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റി. അപ്പോൾ എന്താണെങ്കിലും എവിടെ പോകണം എന്ന് നമ്മളൊരു കൺഫ്യൂഷൻ ഇങ്ങനെ ആലോചിച്ചിരുന്ന സമയത്ത് അതാണ് ഓർമ്മയിൽ വന്നത്. അങ്ങനെ നമ്മൾ കിസൈസിലെത്തി. ദ ചാർക്കോൾ ഷാക്ക് എന്ന് പറയുന്ന ആ ഒരു റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ എന്താണേലും കുറച്ച് വെയിറ്റിങ്ങും കുറച്ച് തിരക്കും ഒക്കെയാണ്, വീക്കെൻഡ് ആണല്ലോ. അപ്പോൾ കുറച്ച് ടൈം നമ്മൾ വെയിറ്റ് ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് എന്തായാലും ഒരുപാട് താമസിക്കാതെ തന്നെ സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ നമ്മളെല്ലാവരും ഇതാ സെറ്റായി അവിടെ ഇരുന്നു. അപ്പോൾ മക്കളും ഇക്കായും നമ്മളെല്ലാവരും ഇരുന്നു. അതിനുശേഷം നമ്മൾ കുഞ്ഞിനെ ഇതാ നമ്മൾ സേഫായിട്ട് നമ്മുടെ എല്ലാവരുടെയും കണ്ണെത്തുന്ന രീതിയിൽ ടേബിളിൽ തന്നെ കിടത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മെനു നോക്കുകയാണ്, നമുക്ക് എന്താണ് വേണ്ടത് എന്ന്. അപ്പോൾ ഒരുപാട് ഐറ്റംസൊന്നും നമ്മൾ വാങ്ങിക്കുന്നില്ല. കറക്റ്റ് ഫുഡ് വേസ്റ്റ് ആക്കാതെ മാക്സിമം നോക്കാനായിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട 1, 2, 3 ഐറ്റംസേ നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ. കാരണം ഇടയ്ക്കിങ്ങനെ റെസ്റ്റോറൻറ്റ്സിൽ പോകുമ്പോഴത്തേനും ഓവറായിട്ട് ഫുഡ് ഓർഡർ ചെയ്യുകയും അത് പാഴ്സൽ വീട്ടിലേക്ക് എടുക്കുകയും ചെയ്യുന്ന ആ ഒരു സമ്പ്രദായം വേണ്ടാന്ന് വെച്ചു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് റെസ്റ്റോറൻറ്റിലെ ഫുഡ് വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കുന്നതിനേക്കാളും നല്ല ചൂടോടുകൂടി ഫ്രഷായിട്ട് അവിടെ നിന്ന് തന്നെ ആവശ്യത്തിന് ഓർഡർ ചെയ്ത് കഴിച്ച് മതിയാക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓവറായിട്ട് ഫുഡുകളൊന്നും ഓർഡർ ചെയ്യരുത് എന്നുള്ള ഒരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഞാൻ ഓർഡർ ചെയ്തത് എന്ന്, എനിക്കും മക്കൾക്കും ഇക്കാക്കും ഞങ്ങളൊക്കെ കഴിക്കാൻ. അപ്പോൾ അവിടുത്തെ ഐറ്റംസ് കുറച്ച് കേക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനൊന്ന് നോക്കുകയാണ്. കാരണം മക്കൾക്ക് നമ്മൾ ഒരുപാട് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ ഒരു കേക്ക് ഞാൻ ഓർഡർ ചെയ്തു. എനിക്ക് തോന്നുന്നത് ഇതെന്ന് പറയുന്നത് ചോക്ലേറ്റും കുനാഫയും ഹേസൽ നട്ട്സും ഒക്കെ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു കേക്കാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ മതി എല്ലാവർക്കും. കാരണം ഓവറായിട്ട് നമ്മൾ കുറേ കേക്ക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഒരു കേക്ക് വാങ്ങിച്ച് നമ്മളെല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. അതിനുശേഷം സാറയ്ക്ക് എന്തോ ബബിൾ ടീയോ അങ്ങനെ എന്തോ ഒരു സംഭവം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് സാറ ബബിൾ ടീയും കാര്യങ്ങളൊക്കെ എടുത്ത് വാങ്ങിച്ചു. പിന്നീട് എനിക്ക് ഓർഡർ ചെയ്തത് ഓറഞ്ച് ജ്യൂസാണ്. അപ്പോൾ ഓറഞ്ച് ജ്യൂസും കാര്യങ്ങളും ഒക്കെ നമ്മൾ കുടിച്ചു. അതിനുശേഷം പിന്നീട് നമ്മൾ ഇപ്പം ആദ്യം ഞാൻ പറഞ്ഞത് എന്നാന്ന് വെച്ചാൽ ജ്യൂസ് ഓർഡർ ചെയ്തു. അപ്പോൾ തണുപ്പ് ഒട്ടും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവർ തണുപ്പ് ഒട്ടുമേ ഇല്ലാതെ കൊണ്ടുവന്നു. പിന്നെ ഐസ് ക്യൂബ്സൊക്കെ സെപ്പറേറ്റ് നമ്മൾ വാങ്ങിച്ച് ജ്യൂസിലേക്ക് ഇടുകയായിരുന്നു ചെയ്തത്. പിന്നെ അതിനുശേഷം പിന്നീട് നമ്മൾ മെയിൻ കോഴ്സായിട്ട് ഓർഡർ ചെയ്തത് വൈറ്റ് സോസ് പാസ്തയാണ്. ചിക്കൻ വൈറ്റ് സോസ് പാസ്തയായിരുന്നു. അപ്പോൾ ഒരു രക്ഷയില്ല. ഇവിടുത്തെ വൈറ്റ് സോസ് പാസ്ത എന്ന് പറയുന്നത് കഴിച്ചപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പല റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് കഴിച്ചതിലും ഒരുപാട് ചീസി, യമ്മി, ക്രീമി എന്തൊക്കെ പറയുമോ അതെല്ലാം അത്രയും ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു ചിക്കൻ വൈറ്റ് സോസ് പാസ്തയായിട്ട് തോന്നി. അങ്ങനെ അത് എന്താണേലും നോ ഡൗട്ട് അതും മെയിനായിട്ട് കഴിക്കണം എന്ന് ഉദ്ദേശിച്ച ലിസ്റ്റിൽ അതുണ്ടായിരുന്നു. അങ്ങനെ ഒരു വൈറ്റ് സോസ് പാസ്ത നമ്മൾ ഓർഡർ ചെയ്തു. ഒരു വൈറ്റ് സോസ് പാസ്ത എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അപ്പം ഒരെണ്ണം ഓർഡർ ചെയ്താൽ നമുക്ക് 4 പേർക്കും അത് ഓക്കെയാണ്. അപ്പോൾ എല്ലാവരും കൂടി ഒരു ഡിഷ് ആദ്യം വാങ്ങിച്ച് അത് ഷെയർ ചെയ്ത് കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ഐറ്റം നമ്മൾ
ഓർഡർ ചെയ്യുന്നതും ചൂടോടുകൂടി വരുന്നതും. അപ്പോൾ നമ്മൾ ഭയങ്കര ആസ്വദിച്ച് വളരെ എൻജോയ് ചെയ്ത് നമ്മുടെ പാസ്ത കഴിച്ചു. അതിൻ്റെ അകത്ത് എന്താ പറയുക, വൈറ്റ് സോസ് പാസ്തയുടെ ഒരു റെസിപ്പി ഞാൻ ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ് ഈ ഒരു വൈറ്റ് സോസ് പാസ്ത എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നീട് നമ്മൾ ഓർഡർ ചെയ്തത് ഒരു ബീഫ് ബർഗറാണ് ഓർഡർ ചെയ്തത്. ഞാനും മക്കളും ചിക്കൻ ബർഗറാണ് ഓർഡർ ചെയ്തത്. എനിക്കും മകൾക്കും ഒരു ചിക്കൻ ബർഗർ മതി. അത് 2 പീസോ 4 പീസോ ആയിട്ട് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ വൈറ്റ് സോസ് പാസ്ത കഴിച്ചപ്പോൾ തന്നെ അത്യാവശ്യം വയറ് നന്നായിട്ട് നിറഞ്ഞായിരുന്നു. അപ്പോൾ ജ്യൂസും കുടിച്ചു. അങ്ങനെ ബർഗറൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ നമ്മുടെ ഡിന്നർ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. കാരണം നമ്മുടെ കസിൻസ് നമ്മുടെ വീട്ടിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ധൃതിയിൽ നേരത്തെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ഔട്ടിംഗ് വ്ലോഗ് അല്ലെങ്കിൽ നമ്മുടെ സാറ്റർഡേ സ്പെഷ്യൽ റെസ്റ്റോറൻറ്റ് ഡിന്നർ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ അടുത്ത ദിവസം റെസിപ്പീസ് വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.